ഇന്ന് എൻ്റെ മോളെ ആദ്യത്തെ നക്ഷത്ര പിറന്നാളാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ചു, കുളിച്ചു, എന്നിട്ട് പായസം ഉണ്ടാക്കാൻ പോയി. അമ്മ പറഞ്ഞു അരിപ്പായസം ഉണ്ടാക്കണമെന്ന്. മോളെ നക്ഷത്രമല്ലേ. അരിപ്പായസം ഇതുവരെ ലൈഫിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ഇളയമ്മയോട് ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നു. ബാക്കി കറികളെല്ലാം ചോറ് ഇന്ന് രാവിലെ വെച്ചു, സാമ്പാർ, ബീട്രൂട്ട് വറവൊക്കെ ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ട് എനിക്ക് ആ പണിയില്ല. മോളിൽ എണീച്ചതൊന്നും നടക്കൂല. പെട്ടെന്ന് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ പായസത്തിൻ്റെ പരിപാടിക്ക് പോയി. ഇവിടെ ഈ വെല്ലം കിട്ടും, പക്ഷെ എനിക്ക് ഇന്നലെ കിട്ടിയിട്ടില്ല. ഈ ജാഗ്രി പൗഡറാണ് കിട്ടിയത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളൊന്ന് എണീച്ചിട്ടുണ്ട് കേട്ടോ. അവൾ വേഗം പോയി ഉറക്കി വന്നിട്ട് ഞാൻ വീണ്ടും പായസം ഉണ്ടാക്കാൻ പോയി. അപ്പോൾ പറഞ്ഞു വന്നത്, എനിക്ക് പായസം അറിയില്ല, ഉണ്ടാക്കാനേ അറിയില്ല. പക്ഷെ അവർ ഇളയമൊക്കെ പറഞ്ഞ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഞാൻ തീരെ മധുരം കുറച്ച് കുറവാണ് പായസത്തിനുണ്ടായത്. മൂക്ക് കൊടുക്കേണ്ടതല്ലേ, 1 വയസ്സാവുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ഷുഗർ കുറച്ച് വെച്ചു. ഷുഗർ തീരെ ഇട്ടിട്ടില്ല, ഈ വെല്ലം കുറച്ചിട്ട് ക്വാണ്ടിറ്റിയിലിട്ടു. പിന്നെ മോളെ എണീച്ചു. പിന്നെ അവളെ കുറച്ച് പാമ്പർ ചെയ്തിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോയി. കുളിച്ചിട്ട് പുതിയ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് അവളൊന്ന് ഒരുക്കി, കൺമശിയെല്ലാം ഇട്ട് നല്ല വളയൊക്കെ ഇട്ടിട്ട് നല്ല ഒരുക്കി. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയി. ലളിതാ സഹസ്രനാമം വായിച്ചു. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ലളിതാ സഹസ്രനാമം കേൾക്കാൻ. അതൊക്കെ വായിച്ചിട്ട്, ഇതവൾ അച്ചച്ചൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. നല്ല ഡ്രസ്സാണിത്, ഒരു ക്യൂട്ട് ഡ്രസ്സ്. അവൾക്ക് ഇട്ടിട്ട് നല്ലോണം ചേരുന്നുണ്ട് ഈ ഡ്രസ്സ്, നല്ല ഡ്രസ്സ്. എന്നിട്ട് പിന്നെ ഇലയൊക്കെ വെച്ച് പായസം മോൾക്ക് കൊടുത്തു. അവൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവളെ പ്രായം അതല്ലേ, അവളെല്ലാം എടുത്ത് കളയും. അവൾ അതെല്ലാം എടുത്ത് അവിടെ ഇവിടെയൊക്കെ എറിഞ്ഞ് എല്ലാം തുടച്ച് ഇലയൊക്കെ കീറി, അതുകൊണ്ട് അത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്.